ഹജ്ജിന്റെ മാസം നമ്മളിലേക്ക് കടന്നു വരികയാണ്. എത്രയോ ആളുകൾ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു. എന്നാൽ മുസൽമാൻ എപ്പോഴും ഹജ്ജ് ചെയ്യാൻ വേണ്ടി ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, പുണ്യമായ 2 ഗേഹങ്ങളിലേക്ക് ഞങ്ങളെ എത്തിക്കണേ എന്ന് പറഞ്ഞ് ദുആ ചെയ്യുന്ന മുഅ്മിൻ, ഓ മുഅ്മിനീങ്ങളെ, ഹജ്ജ് ചെയ്യാൻ കഴിയാത്തവർക്ക് ഹജ്ജിന്റെ പ്രതിഫലം ലഭിക്കുന്ന ഒരുപാട് അമലുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ മുഹാജിറുകളായ സ്വഹാബിമാരിലെ ദരിദ്രരായ ചിലർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ ചെന്ന് സങ്കടം പറഞ്ഞു. സമ്പന്നർക്ക് ഞങ്ങളെക്കാൾ ഉന്നതമായ പദവികളും പ്രതിഫലങ്ങളും നേടാനാവുന്നുണ്ടല്ലോ നബിയേ, ഞങ്ങളെപ്പോലെ നോമ്പും നിസ്കാരവും നിർവഹിക്കുന്നതിന് പുറമെ അവർക്ക് ഹജ്ജ് ഉംറകൾ അനുഷ്ഠിക്കാനും ജിഹാദ് ചെയ്യാനും ദാനധർമ്മങ്ങൾക്കുമെല്ലാം അവസരം ലഭിക്കുന്നു. സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് പരലോകത്ത് കുറവുണ്ടാകുമെന്നതായിരുന്നു അവരുടെ സങ്കടത്തിൻ്റെ മർമ്മം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരുണ്യത്തിൻ്റെ നേതാവാണ്. കാരുണ്യക്കടലായ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം, അത് പ്രാവർത്തികമാക്കിയാൽ നിങ്ങൾക്കും ഉന്നത പദവികളിലെത്താൻ സാധിക്കും സഹാബ. തന്നെയുമല്ലാതെ ചെയ്യുന്നവർക്കല്ലാതെ ആർക്കും നിങ്ങളെ മറികടക്കാനാവുകയില്ല സഹാബ. സഹാബത്ത് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതേ പറയുന്നു, എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് നിങ്ങൾ 33 പ്രാവശ്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രതിഫലം ലഭിക്കുന്നതാണ്. ഹജ്ജിന്റെ പ്രതിഫലം ലഭിക്കുന്നതാണ്. ഇതുപോലെ മറ്റൊരു അമല് പറയുകയാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഒരാൾ ജമാഅത്തായി സുബഹി നിസ്കരിക്കുകയും പിന്നീട് സൂര്യോദയം വരെ ഖുർആൻ പാരായണത്തിലും ദിക്റിലുമായി കഴിയുകയും ശേഷം 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്താൽ പരിപൂർണമായ ഉംറയുടെയും ഹജ്ജിൻ്റെയും പ്രതിഫലം അവനക്ക് ലഭിക്കുന്നതാണ്. വളരെ പ്രാധാന്യത്തോടെ മുത്തുനബി പഠിപ്പിച്ച 2ാമത്തെ കാര്യമാണ്. ഇനിയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വീടുകളിൽ വെച്ച് ജമാഅത്തായി നിസ്കരിച്ച് സ്ത്രീകൾക്കും ഈ പ്രതിഫലം കരസ്ഥമാക്കാമല്ലോ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3ാമത് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതേ നബി തങ്ങൾ പറയുകയാണ്, അറിവ് നേടാനോ അത് പഠിപ്പിച്ചു കൊടുക്കാനോ ഉദ്ദേശിച്ച് പള്ളിയിലേക്ക് പുറപ്പെട്ടവന് പരിപൂർണമായ ഹജ്ജിന്റെ പ്രതിഫലമുണ്ടെന്ന് മഹാനായ ഇമാം തബറാനി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ സാധിക്കും. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു സൽക്രമം നോക്കൂ. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫർദ് നിസ്കാരം ജമാഅത്തായി നിർവഹിക്കുന്നതിനായി ആരെങ്കിലും വീട്ടിൽ നിന്ന് ശുദ്ധിയോടെ പുറപ്പെടുന്നുവെങ്കിൽ അവന് ഇഹ്റാം ചെയ്ത ഹാജിയുടെ പ്രതിഫലമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കർമ്മങ്ങൾ സ്വീകാര്യോഗ്യമാകുമ്പോൾ മാത്രമാണ് അവ പ്രതിഫലാർഹമാകുന്നത്. അത് നല്ല രൂപത്തിൽ ചിന്തിച്ചും നല്ല രൂപത്തിൽ മനസ്സോടുത്തും പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഹജ്ജിന്റെ പ്രതിഫലങ്ങൾ കിട്ടുന്ന ഈ 4 കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഴുവൻ ഹാജിമാർക്കും ഹജ്ജുമ്മമാർക്കും മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർദിയായ സിയാറത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.